നമസ്കാരം, ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വ്യത്യസ്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് പ്രധാന ആകർഷണം. എന്തിന് LDFന്റെയോ BJPയുടെയോ സ്ഥാനാർത്ഥികൾ പോലും ഇത്ര വലിയ ചർച്ചയായിട്ടില്ല. യുവ സ്ഥാനാർത്ഥികളും മുതിർന്ന സ്ഥാനാർത്ഥികളും വനിതാ സ്ഥാനാർത്ഥികളും മാത്രമല്ല, ഇത്തവണ ഭാവി വധുവും വരനും കല്യാണ തിരക്കുകൾക്കിടയിലും കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടെന്നത് ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. പറഞ്ഞു വരുന്നത് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസിന്റെയും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗൗജ വിജയകുമാറിന്റെയും കാര്യമാണ്. ശ്യാമിനും ഗൗജയ്ക്കും രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, വോട്ട് ചെയ്യണം. രണ്ട്, കല്യാണത്തിന് വരണം. ജനുവരിയിലാണ് ഇരുവരുടെയും കല്യാണം. കല്യാണ തിരക്കിനിടയിലാണ് രണ്ടുപേരും തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്. ശ്യാം പാലക്കാട് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷനിലേക്കും ഗൗജ മരുത റോഡ് പഞ്ചായത്തിലെ 18ാം വാർഡ് കല്ലേപ്പുള്ളി വെസ്റ്റിലേക്കുമാണ് ജനവിധി തേടുന്നത്. UDF സ്ഥാനാർത്ഥികളായ ഇരുവരും KSUവിന്റെ ജില്ലാ ഭാരവാഹികളായിരുന്ന സമയത്താണ് സൗഹൃദത്തിലായത്. പല്ലശ്ശന അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരനാണ് ശ്യാം. പാലക്കാട് ജില്ലാ കോടതിയിലെ അഭിഭാഷകയാണ് ഗൗജ. വ്യത്യസ്ത മേഖലകളിലുള്ള ഇരുവരും കോൺഗ്രസ് എന്ന ജനകീയ പാർട്ടിയിലൂടെ ജീവിതത്തിൽ ഒന്നിക്കുന്നത് എന്നതിനേക്കാൾ കൗതുകമുണ്ട് ഇരുവരും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്. ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി ഇരുവരും തങ്ങളുടെ ഡിവിഷനുകളിൽ പ്രചാരണവുമായി സജീവമായി കഴിഞ്ഞു. ഒപ്പം കല്യാണ തിരക്കുകളുമുണ്ട്. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളായ ഗൗജയും ശ്യാമും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളതും. പൊതുപ്രവർത്തനത്തിനിടയിൽ തീരുമാനിച്ച വിവാഹം തിരഞ്ഞെടുപ്പ് വന്നതോടെ മാറ്റിവെക്കേണ്ടി വരികയായിരുന്നു. പിന്നീടാണ് ജനുവരിയിൽ കല്യാണം തീരുമാനിച്ചത്. നിലവിൽ ഇരുവരും മത്സരിക്കുന്ന ഡിവിഷനുകൾ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ ഇരുവരും ഏറെ വിജയപ്രതീക്ഷയിലാണ് പ്രചാരണം നടത്തുന്നതും. യൂത്ത് കോൺഗ്രസിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് ശ്യാമിനെ തിരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് തീരുമാനിച്ചതെങ്കിൽ KSUവിലെ പ്രവർത്തനമാണ് ഗൗജയെ സ്ഥാനാർത്ഥിത്വത്തിന് അർഹയാക്കിയത്. തെരഞ്ഞെടുപ്പും വിവാഹവും അടുത്തടുത്തായതോടെ പ്ലാൻ ചെയ്ത ഷെഡ്യൂളുകൾ എല്ലാം പൊളിച്ചു മാറ്റേണ്ടി വന്നുവെന്നാണ് ഇരുവരും പറയുന്നത്. മാത്രമല്ല, വിവാഹ ക്ഷണക്കത്തിനൊപ്പം പ്രചാരണ പോസ്റ്ററുകൾ ഇരുവരും കൊടുക്കുമ്പോൾ ജനങ്ങൾക്കും ഏറെ കൗതുകമാണ്. മത്സര രംഗത്തേക്ക് വരുന്നതിന് മുൻപേ പ്രവർത്തന മണ്ഡലം സംബന്ധിച്ച് ഇരുവരും തീരുമാനമെടുത്തിരുന്നു. വിവാഹം കഴിഞ്ഞു എന്നതിനാൽ നാട്ടിലെ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാവില്ലെന്നും രണ്ടാളും തീരുമാനിച്ച കാര്യമാണ്. ലളിതമായ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹമായിരിക്കും നടക്കുക എന്നാണ് ഇരുവരും പറയുന്നത്. എന്തായാലും ശ്യാം ദേവദാസിന്റെയും ഗൗജ വിജയകുമാറിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണവും കല്യാണക്ഷണവും തകൃതിയായി നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം ജീവിതത്തിലെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് ഇരുവരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.